Promise Bridge is this year's Satyajit Award-winning expatriate short film. The story and direction of the film is written and directed by Prem Kopuram, a native of Koipuram near Aranmila in Pathanamthitta district and an alumnus of St. Thomas's College, Kojencheri. Prem is a prominent figure in the Gulf arts community, event director, an accomplished artist and a social worker. The film is a long-cherished dream come true of a group of expatriate artists. It is a film that stands out with contemporary events, the stability of Gulf family ties, moments that remind us of many love relationships, messages of sorrow and victory. The camera and co-direction were handled by Aziz Kunamkulam. This film contains many profound messages. On one side there is happiness, and on the other there are waves of sorrow. The role of friends in success in life. This little picture conveys countless messages. Famous excerpts from its award giveaway. Promise Bridge, പലരും പോയിട്ടുണ്ടാവും, നമ്മളെല്ലാവരും പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ സിനിമ കാണുന്ന പോലെയോ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളൊന്നും അല്ല. ഇപ്പൊ എല്ലാവരുടെയും രാജ്യസംരംഭം പലരും ഇതിനകത്ത് ആദ്യമായിട്ടൊക്കെ അഭിനയിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ പ്രോത്സാഹനം കൊണ്ടാണ് തുടർന്നും നമുക്ക് നല്ല സിനിമകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ ഫിലിമുകൾ നിർമ്മിക്കാനുള്ള അവർക്കുള്ള ഒരു ഉത്തേജനം. അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാവരും അറിയിക്കുക. അപ്പൊ ഈ പ്രോമിസ് ബ്രിഡ്ജ് തോന്നിയില്ല. കാരണം ഇപ്പോൾ എല്ലാം ലൈവായി വിശദമായിട്ട് പറയുന്നത് കാര്യമില്ല. കാരണം ഞാനും പറയുമ്പോൾ കൂടി വർഷങ്ങളായിട്ടുള്ള ആ കടപ്പാട് ഒരുപാട് കലാകാരങ്ങൾ പ്രവർത്തിക്കുന്ന ബാങ്കിലും നമ്മുടെ മുന്നിലുമായിട്ട് പ്രേം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേ കലാകാരന്റെ സമ്പത്താണ്. തീർച്ചയായിട്ടും എല്ലാവരുടെ കാണുന്നത് ശ്രമിക്കുന്നു. നല്ല ലക്ഷ്യത്തിലാണ് എല്ലാവരും കുറിച്ചുമൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഞങ്ങൾ തമ്മിൽ ഒരു ചാനലിന് വേണ്ടി നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യും. ഒപ്പം ഇതിന് ഈ ചിത്രത്തെക്കുറിച്ച് വിലയിരുത്തണം. അതുപോലെ ഇവർക്കുള്ള എല്ലാ ഉപകാരങ്ങളും സാറിന്റെ കൈകൊണ്ട് തന്നെ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ഒരു വലിയ കയ്യടിയോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. സിനിമയിലേക്ക് വരണം. അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഓരോരുത്തരും അഭിപ്രായം പറയുക. ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് സ്വയം ക്ഷമിക്കുക. അതിന്റെ ഡെപ്തെന്ന് മനസ്സിലാക്കി ആ കഥയ്ക്ക് എന്നോടൊപ്പം ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു. എന്റെ മകൻ വൈഫ്, അതുപോലെ വൈഫിന്റെ കൂട്ടുകാരും അവരൊക്കെ തന്നെയാണ്. അലക്സ് ആയിക്കോട്ടെ, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഒരുമിച്ചുള്ള ഒരു സപ്പോർട്ടായിരുന്നു. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രിയാണ് ശരിക്കും ഇത് വർക്ക്ഔട്ട് ആയിരിക്കുന്നത്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, സദയം ക്ഷമിക്കുക. കാരണം ഡബിങ് ഇത് മയൂരി ക്രിയേഷൻസ് തൃശ്ശൂരാണ് അത് ചെയ്തത്. പക്ഷെ ഡബിങ്ങിൽ ചെറിയ ചെറിയ കാഴ്ചകളുണ്ട്. കാരണം ഞങ്ങൾക്കെല്ലാം അവിടെ എത്താനുള്ള ഒരു ഇതില്ലായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് ചെയ്തു തന്നതിനൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അനുഭവങ്ങൾ, അതുപോലെ മറ്റൊരു അനുഭവമുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒക്കെ ആയതൊക്കെ ചെയ്തത്. കാരണം നമുക്ക് ഇന്ന് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഫസ്റ്റ് മീറ്റിംഗിലായിട്ടാണ് ഞാൻ നിലവിൽ വരുന്നത്. അത് ഫെബ്രുവരി മാർച്ചിനാണ് ഷൂട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ മൂവി കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ പ്രൊജക്റ്റാണ്. അതിൻ്റെ ചെറിയ ചെറിയ ഇതുകൊണ്ട് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അടുത്ത പ്രൊജക്റ്റിലേക്ക് ഇതിലും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അത് പുള്ളി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിനയിച്ചവരും വളരെ നന്നായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നതെന്ന് തോന്നില്ല. പിന്നെ കാരണം
വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്, ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാം. 2-3 സ്ഥലത്ത് റിപ്പീറ്റ് സീൻ അവതരണ സംശയമുണ്ട്. അതിന് അടുത്ത അങ്ങനെ ചെയ്യാറ് ഇത് ഒരു ടീംവർക്കായിരുന്നു, നല്ലൊരു ടീംവർക്കാണ്. ഇത് തുറക്കുന്ന നിലയിൽ നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇതിൽ അഭിനയിച്ച എല്ലാവരും അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ നല്ലൊരു കോൺട്രിബ്യൂഷനാണ്. പിന്നെ ഈ സാധാരണ പെട്ടെന്ന് നിന്ന് പോയ ഒരു വിഷമം മാത്രമുള്ളൂ. അപ്പം ഇച്ചിച്ചോട് തുടർന്ന് അതേപോലെ 15 മിനിറ്റ്സ് ആയതെങ്കിൽ ഇത് നല്ലൊരു കഥയായിട്ട് നല്ല മുന്നോട്ട് പോകാമായിരുന്നു എന്നുള്ള ഫീലിംഗ്. പാട്ടുകൾ കൊണ്ട് നല്ലതായിരുന്നു. അതിനെങ്കിൽ അതിൻ്റെ മ്യൂസിക് വളരെ മെലോഡിയസ് ആയിരുന്നു. അതിൻ്റെ സ്പെഷ്യൽ മെൻഷൻ അഭിനന്ദനം അറിയിക്കുന്നു. ഇതിനോട് പ്രവർത്തിച്ച എല്ലാവരോടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മോഹൻ, പ്രേം, ക്ഷേമ, പിന്നെ ഇതിലൂടെ പേര് മുഖപരിചയം പേര് സോറി, ഇവരോട് എല്ലാവരോടും പ്രത്യേക നന്ദി, എല്ലാ ആശംസകളും നടത്തിക്കൊണ്ട് നമസ്കാരം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഈ പറഞ്ഞ ഒരു പ്രവാസ ജീവിതത്തിന്റെ കാണാഫലങ്ങളിൽ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ കഥയായ ഒരു സംഭവം തന്നെയാണ്. അതിന് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയും. അത് നല്ലൊരു ടീമാണ് പ്രേംഭായി മുന്നോട്ട് വെച്ചത്. അതിനെ സ്ക്രിപ്റ്റ് ചെയ്താൽ കഴിഞ്ഞു എന്നതിൽ ഒരു വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട്, അതായത് ഒരു സിനിമയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയാൻ അങ്ങനെ കൂടുതൽ നമ്മൾ ഒരാളെ അഭിനയിച്ചതുകൊണ്ട് കൂടുതൽ എല്ലാം ചെയ്ത് പറഞ്ഞതുകൊണ്ട് അതിന് വിജയമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിനൊരു ആ സിനിമയിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും ആദ്യത്തെ ഒരു പോർഷൻ ഒരു ആൽബമായി തോന്നി എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അത് ആദ്യത്തെ കുറഞ്ഞ ഒരു 3/4 ഭാഗത്തോളം ഒരു ആൽബത്തിൻ്റെതായ ഒരു രീതിയിൽ ചിട്ടപ്പെടുത്തിയതുപോലെ ആ പാട്ടും അതിന്റെ പോകും. പക്ഷെ അതിന്റെ ക്യാമറ എടുത്ത് പറയുന്നതാണ്. വളരെ നല്ല ക്യാമറ, നല്ല വ്യൂ, നല്ല പോയിന്റ്സ്, നല്ല ക്യാമറ. പക്ഷെ അതിന്റെ ചില കഥാപാത്രങ്ങൾ നമുക്ക് അതിനൊരു സാങ്കല്പികതയിൽ നിന്ന് വിട്ടുപോകുന്നതാണോ എന്നൊരു തോന്നലുണ്ടായി. പിന്നെ ഈ സംഭാഷണത്തിന്റെ ആ ഒരു സിങ്കിങ് അത് വളരെയധികം ആ ഫിലിം ഏകദേശം 18 സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഒരു വിഷമം തോന്നിയ സാധനം കുറച്ചുകൂടെ ഒന്ന് ആകാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. കുറച്ചുകൂടെ നീണ്ടു പോകാമായിരുന്നു. ഒരു എന്താണെന്നറിയോ, ആ ഫ്ലോ വന്നപ്പോഴത്തേക്കും സിനിമയുടെ ഫ്ലോ സിനിമ തീർത്തു വിട്ടു. അങ്ങനെ ഒരു വിഷമം എനിക്ക് തോന്നി. പക്ഷെ നല്ല കൊള്ളാം, നല്ലൊരു അത് വന്ന് നമ്മളോട് ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അത് പ്രേംചേട്ടനെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. ബാക്കി ഇതിൽ നമ്മുടെ എല്ലാ മെമ്പേഴ്സും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതൊരു ചെറിയ ഷോർട്ട് മൂവിയുടെ ജന്മം കൊണ്ടത്. ഓക്കെ, ഞാൻ ദുബായിൽ ആദ്യമായി വന്നതിന് ശേഷം ഞാൻ റാഷിദിലെ ഒരു വില്ലയിലാണ് താമസിച്ചത്. അപ്പം അവിടെ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്, നെയ്ബർ എല്ലാമായിരുന്നു പ്രേംചേട്ടൻ കിട്ടു. ഞാൻ കല്യാണം കഴിച്ച് നേരെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്തപ്പോൾ ആദ്യമായിട്ട് അതെ ചായ ലഞ്ചും ഒക്കെ റെഡിയാക്കി തന്ന ആൾക്കാരാണ് പ്രേംചേട്ടൻ. അപ്പം അവരെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ലൈഫിൽ വളരെ ക്ലോസ് ആയിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ മക്കളാണെങ്കിൽ ശരി, ഗോകുൽ, ഇപ്പം പ്രേംചേട്ടൻ ഗൗതമിന്റെ കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. എനിക്ക് പറയാനുള്ളത് ഗോകുലിനെ പറ്റിയാണ്. അപ്പം എൻ്റെ മകനും ഗോകുലും നല്ല ഫ്രണ്ട്സാണ്. അച്ഛനെ പോലെ തന്നെ ഗോകുലും വളരെ നല്ലൊരു ഡാൻസറാണ്. അവനിപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. അപ്പം നല്ലൊരു ഡാൻസറാണ്. അപ്പം പ്രേംചേട്ടൻ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള പ്രേംചേട്ടൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒരു ക്യാമറയുമായി നടക്കുന്ന ഒരു പ്രേംചേട്ടനെയാണ് കണ്ടിരിക്കുന്നത്. അത് അന്നു മുതലേ പുള്ളി എല്ലാം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ കയറ്റി ചെയ്യുക. കാരണം ഇപ്പോഴാണ് നമുക്ക് ഈ ടിക്ടോക്കും വാട്സാപ്പും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതിനൊക്കെ മുമ്പ്, വളരെ മുമ്പ്, ഞാൻ ഈ 2008 കാര്യമാണ് പറയുന്നത്. ആ സമയത്തൊക്കെ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് എല്ലാം പാട്ടൊക്കെ കയറ്റി നമുക്ക് തന്നു. അപ്പൊ അന്ന് ഞാൻ പറയുന്നത് കാരണം അന്ന് തന്നെ ഒരു ഡയറക്ടർ മൈൻഡ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ വളരെ ചെറിയൊരു സെന്റൻസ് ആണ് ഡബ് ചെയ്തിരിക്കുന്നത്. സന്തോഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതല്ലേ. കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഉള്ളിലൊരു ആഗ്രഹം, ഇങ്ങനെ സിനിമ ഇതൊക്കെ ഒരു പാഷനാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഒരു അവസരം തന്നതിൽ എനിക്ക് താങ്ക്സ്. പിന്നെ
പറഞ്ഞ പോലെ സൗഹൃദങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രവാസിയാവുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്നത് സൗഹൃദങ്ങൾ തന്നെയാണ്. അതാണ്. താങ്ക് യു. മനോജ് എന്നാണ് പേര്. ഇവിടെ ചെറിയ ചെറിയ സ്റ്റേജിലുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ ചെറിയ വോയിസ് ഓവറുകളൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രേമയാണ് ഈ ഇതിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ഈ ജോലിയുടെ തിരക്കുകൾക്കിടയ്ക്ക് വീട്ടിൽ നമ്മുടെ റൂമിൽ തന്നെ ഒതുങ്ങിയിരുന്ന ഒരവസരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് പല സ്റ്റേജുകളിൽ വലിയ മെഗാ ഷോകളുള്ള പരിപാടികൾ പുള്ളിയുടെ സ്ക്രിപ്റ്റിൽ പ്രോഗ്രാമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം വോയിസ് ഓവർ എന്ന് പറയുന്ന സംഭവം എനിക്ക് ഈ വോയിസ് ഓവർ ചെയ്ത് പരിചയമില്ല. പുള്ളിയുടെ യൂട്യൂബ് ഇന്റർവ്യൂസ് ഉണ്ട്, 10-15 ഇന്റർവ്യൂസ്. ആ ഇന്റർവ്യൂകളിലൂടെയാണ് വോയിസ് ഓവറിലേക്ക് കൊണ്ടുവന്നത്. ഈ സിനിമ ഈ ചിത്രത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ കുറച്ച് കഥകളുണ്ട്. ഇതിന്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോഴൊന്നും പ്രേമമായി എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഇത് ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ എന്നെ ഇപ്പൊ വിളിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പുള്ളി എന്നെ വിളിക്കുന്നില്ല. അപ്പൊ ഒരു ദിവസം എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, നമ്മുടെ സിനിമയുടെ ഇതെല്ലാം പൂർത്തിയായി ഉടൻ തന്നെ പുറത്തിറക്കാനുള്ള സമയത്താണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്നെ ഒരുപാട് സ്റ്റേജിൽ കൊണ്ടുവന്നു, എന്നെ വോയിസ് ഓവറിലേക്ക് കൊണ്ടുവന്നു. പ്രേമയെ എന്തുകൊണ്ടായിരുന്നു വിളിച്ചില്ല? ഞാൻ പ്രേമയെ ഫോൺ ചെയ്തു, എന്തുകൊണ്ടായിരുന്നു? ഞാൻ ചെന്ന് പ്രേമയെ എന്നെ വിളിക്കാറുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്. അപ്പോ പുള്ളി പറഞ്ഞ് ഞാൻ മനോജിന് കുറച്ച് വോയിസ് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടിരുന്നു, മനോജ് ശ്രദ്ധിച്ചില്ല, റിപ്ലൈ ഒന്നും തന്നില്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ സോറി, ചിലപ്പോൾ എന്റെ തിരക്കുകളോട് ഞാൻ കാണാനായിരിക്കും, ചിലപ്പോൾ ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വന്നേനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ലാൻഡ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാൻ സാധിച്ചിട്ട് ഒരുപാട് എല്ലാ സിനിമകളിലും ഒരുപാട് സിനിമകൾ ഇനി മുന്നോട്ട് കൊണ്ടുവരണം. തീർച്ചയായിട്ടും എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് വിചാരിക്കുന്നു. നന്ദി, ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ ശ്രുതി, അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. അത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സൗഹൃദമാണ്, ഞാൻ തന്നെ തീർച്ചയായിട്ടും ആ സൗഹൃദമാണ് അദ്ദേഹത്തിന് കൂട്ടുകാരനെ കൊണ്ടുപോകും. അപ്പൊ ഒരു രേഖ കൊടുക്കുക. പിന്നെ എന്നോട് അടുത്തതായിട്ടുള്ളത് മനോജാണ്. മനോജിന്റെ സൗണ്ടിന് തീർച്ചയായിട്ടും മനോജ് നൽകിയിട്ടുള്ളത് ഒരു ശബ്ദ ഗാംഭീര്യം ഇതുപോലെ തന്നെ വീണ്ടും അത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വലിയ അനുഗ്രഹമാണ്. അത് ഘനഗംഭീരമായ 2 ശബ്ദങ്ങളാണ് ഈ ഒരു. കാരണം ആ ഒരു കാണാൻ സാധിക്കില്ല. കാരണം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ പേര് സിനിമ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സ്റ്റേജ്, അതായത് ലൈഫ് ബോയ് മുതൽ അതിന്റെ ശ്രമകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെയൊക്കെ ജീവിതം നമ്മുടെ ഭാര്യാപ്പന്റെ തിരിച്ചേട്ടൻ, അദ്ദേഹം നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഥ ഈ ഒരു ഇഷ്ടപ്പെടും. ആ പേരുകളിൽ ഓരോ കഥകളാണ്, ദുഃഖത്തിന്റെയും സ്നേഹത്തിന്റെയും. അതുപോലെ തന്നെ ചിലരൊക്കെ പ്രണയിച്ചിട്ടുണ്ട്, ചിലർ പ്രണയങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, എങ്കിലും ആ ലോകം അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അതൊക്കെ ഉൾക്കൊള്ളിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ നാട് വേണമെന്ന് പറയുന്നത് ചേലക്കര എന്ന ഗ്രാമം മനോഹരമായ ഗ്രാമമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി. കാരണം എന്റെ വീടിന്റെ എന്റെ ടീച്ചർ ലക്ഷ്മിക്കുട്ടിയമ്മ ടീച്ചർ ഇപ്പൊ ഇല്ല, ഒരു വേദിയിലേക്ക് ഒരു നാടകത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഒരുമിച്ച് അവിടെ പഠിക്കും. അതിനെ പറ്റി അതുപോലെ അടുത്ത വഴിയാണ് കുട്ടിയിലെ തൊട്ടടുത്ത വഴിക്കാണ് ശ്രീലക്ഷ്മി മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക്
ഒരു ഹീറോ കുറിച്ചാണ് അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ അടുത്ത മലയാള സിനിമയിലെ വില്ലനായിരിക്കും. ഞങ്ങൾ വില്ലൻ റോളിലേക്ക് വരുന്ന മലയാള സിനിമയിൽ വില്ലൻ അവസരം ഉണ്ടാകട്ടെ. താങ്ക് യു. നന്ദിയായിരിക്കും. വീണ്ടും വീണ്ടും മലയാള സിനിമയിൽ എത്താൻ സാധിക്കട്ടെ. ഒരുപാട് സംസാരിച്ചതിന് ശേഷം അടുത്ത മലയാള സിനിമയിൽ ഡോക്ടർ വേഷം വിജയ്ക്ക് സ്വന്തം. താങ്ക് യു. കൈവിടും.